ഈ ചെറിയൊരു കൂരയ്ക്കകത്തിരിക്കുകയാണ് ഞാനും അമ്മയും. ഫുൾ മഴ കൂടി. വീട്ടിൽ ചെല്ലുമ്പോ അമ്മേനെ കേൾപ്പിക്കുന്നത്. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ 1 മണിക്ക് ഉച്ചയ്ക്ക് എഴുന്നേറ്റ് കേട്ട് എൻ്റെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് / ലഞ്ച് എന്ന് പറയുന്നത് ഞണ്ടാണ്. ഞണ്ട് ജീവനല്ലേ ചത്തയാ. ഈ ഞണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ ഉണ്ട്, ചിക്കൻ കഴിച്ച് കഴിഞ്ഞിട്ട് മത്തിയുണ്ട്. എന്ത് ചെയ്യാനാണല്ലോ, ഒടുക്കത്തെ പോളിംഗ് ആണ് ഞാൻ. ഇന്നലെ അമ്മയുടെയൊക്കെ പറഞ്ഞത് അമ്മയ്ക്ക് കൊണ്ടെന്ന് തോന്നുന്നു, ആണെന്ന് തോന്നുന്നു. അമ്മ ഇപ്പോൾ ഒടുക്കത്തെ ആഹാരം ഉണ്ടാക്കിയത് രാവിലെ. അമ്മേനെ തല്ലാൻ്റെ ഭാഗ്യം. ഓ കണ്ടൻ ചേട്ടാ, ഞാനിതും കൊണ്ട് പുറത്തിറങ്ങിയപ്പോ നീ വന്ന് വഴി കിടക്കുന്ന. ഞണ്ടായത് കൊണ്ടായിരിക്കും വലിയ താല്പര്യം കാണിക്കാത്തത്. കിറുക്കി സൈഡിരിക്കുവാണ്, ഞാനും ഇരിക്കും കേട്ടോ. നോക്കരുത് നോക്കി കണ്ടിടരുത് പ്ലീസ്. ഈ ഞണ്ട് തിരുന്ന ഒടുക്കത്തൊരു സീൻ പരിപാടിയാണ്. എനിക്ക് വലിയ ശീലമില്ല. ചവച്ച് കളിക്കേണ്ടി വരും. ഓ അല്ല കേട്ടോ, ഈ അമ്മ ചിക്കനും കൊണ്ടുവന്നു. എനിക്ക് വയ്യ. ചിക്കൻ നമുക്ക് പെട്ടെന്ന് കഴിക്കാം. ഞണ്ട് കുറച്ച് സമയം എടുക്കും. ആ മുള്ളാങ്കരുത് അതിനകത്ത് നോക്കി കണ്ട. ഇപ്രാവശ്യം നല്ലതായിരിക്കണം ചിക്കൻ. ഓ എന്ത് ചൂട്. അങ്ങനെ വഴിക്ക് വരട്ടെ. ഇന്നലത്തെ ചിക്കന് ഇന്ന് ചിക്കനായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അമ്മ ഫുഡിന്റെ മുഖത്ത് ഫുഡ് കൊണ്ടുവന്നിരിക്കുവാണല്ലേ. ഞാൻ ചിക്കൻ ജസ്റ്റ് തീരുന്നേ ഉള്ളൂ. അപ്പൊ തന്നെ അതെ മീനിന്റെ മുട്ട. അപ്പൊ നമുക്കിനി മീൻ കഴിക്കാം. അമ്മ സാധാരണ ഇത്രയും കറിയൊക്കെ വെക്കാറുള്ളായിരുന്നു പട്ടാളത്തിൽ ഇരുന്നപ്പോ. ഇപ്പൊ പിന്നെ കടയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ സമയമില്ല. ഇന്നലെ പറഞ്ഞതിന്റെ ഞാൻ ഓരോ ഫുഡ് തിന്നു തീർക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുമ്പോ അമ്മ ഓരോന്ന് കൊണ്ടുവന്നോണ്ടിരിക്കുക. പ്ലേറ്റ് മാറിയിപ്പോ ഫുള്ളും മത്തിയായി. ഇത് ഫുള്ള് ഞാൻ തന്നെ കഴിക്കും. ഓ നല്ല ചൂടുണ്ട്. നല്ലതായിട്ട് ഫ്രഷ് മീനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഫ്രഷ് അല്ല, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് ഈയിടക്ക് മീൻ കിട്ടുന്നില്ല, അതുകൊണ്ടായിരിക്കും. വെള്ളത്തിന്റെ കേസ് മേടിക്കാൻ പോവാ. കട കാണുവാന്ന് ഡൗട്ടാ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് മിക്ക കട ഇങ്ങനെ അടച്ചിടക്കുവരും. കൈ കഴിച്ചു കിടക്കുന്നു കേട്ടോ. വെയിറ്റില്ലെന്ന് പറഞ്ഞാലും കുറച്ച് ദൂരം നടക്കുന്നത് ബുക്കുണ്ട്. മറ്റേ വണ്ടിയുടെ കാര്യമില്ലേ, ടാറ്റാ പഞ്ച് കുറച്ച് ആൾക്കാർ കമൻസി പറഞ്ഞ് അത് കൊള്ളത്തില്ലെന്ന്. വണ്ടി കൊള്ളാന്ന്, പക്ഷേ സർവീസ് മോശം. അതെനിക്കറിയാം, സർവീസ് അവരുടെ ഷോക്കാണെന്ന് അറിയാം. എന്നാലും ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ വല്ല പപ്പടം കണക്ക് പൊളിയുന്ന വണ്ടിയല്ലാതെ സർവീസ് പിന്നെ വേറെ എവിടെയും പുറത്ത് കൊടുത്താലും ചെയ്യിപ്പിക്കാനെന്ന് ഓർത്തുക. അല്ല ഇതൊക്കെ പറഞ്ഞാലും പൈസ കൊടുക്കാൻ വേണ്ടി ടാറ്റാ പഞ്ചിന്റെ പൈസ ഇല്ല എൻ്റെ കയ്യിൽ. ഒരു ദിവസം ഞാൻ കുറച്ച് വീഡിയോ മൂവ് ചെയ്യായിരുന്നു PC-ലോട്ട്. കറണ്ട് പോയി. ഇനി മേടിച്ചേക്കാം മോനെ, ഇനി ചിന്തിക്കേണ്ട. ഇൻവെർട്ടർ മേടിച്ചേക്കാം. എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ കിടന്ന് ഒരേ പ്രാവശ്യം മൂവ് ചെയ്യുക, കറണ്ട് പോവുക, പിന്നെ ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് പറ്റത്തില്ല ഇവിടുത്തെ കറണ്ട്. ആരാ അവിടെ നിന്ന് കാറിക്കൊണ്ട് വരുന്നത്? എന്ത് പറ്റി? എന്താ തുറച്ചു നോക്കുന്ന? എന്താ പൂച്ചകളുടെ വീടാ? നിങ്ങളുടെ ബെഡല്ലേ? ഞാൻ കിടന്ന് ചുമക്കൂടെ കിടന്നു കഴിഞ്ഞാൽ അമ്മേനെ വിളിച്ചോണ്ടോ? ഓ അമ്മേനെ വിളിച്ചോണ്ടോ? അതെ ചേട്ടനെ അനിയത്തിയോ? എന്നാ ഇരുന്നു. അമ്മേനെ നമുക്ക് ഡ്രസ്സ് മേടിച്ചോണ്ട് പോവാം. രാവിലെ ഇത്ര ആഹാരമൊക്കെ ഉണ്ടാക്കിയതല്ലേ, അമ്മ നമുക്ക് കൊണ്ടുപോവാം. വരുവാൻ നോക്കാം, വന്ന് വരുമായിരിക്കും അല്ലേ. അപ്പൊ അമ്മയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇപ്പൊ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. അല്ലെങ്കിൽ അച്ഛൻ രാത്രി എന്തിനു പോയി പകല് പോകാൻ മേലെ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അല്ലേടാ? അതല്ലേ പറയുന്ന അച്ഛൻ? അതല്ലേ പറയുന്ന? അത് തന്നെ. വേറെ വല്ലതും പറയുവാ? ഇല്ലല്ലേ? കൊള്ളാം. അമ്മ പോവാം. അതെന്തോ അതെടുത്തോണ്ട് പ്ലമ്മാ അച്ഛൻ മേടിച്ചിട്ടുണ്ടെന്നാണ്. കൊള്ളാം. ഇത് അമ്മയായിട്ട് എന്തുവാണ് കടയിൽ പോവാ? അല്ല റിലയൻസിൽ പോവാ. ഇപ്പൊ തന്നെ പ്ലം കഴിക്കണോ അല്ലേ അമ്മയ്ക്ക്? എനിക്ക് വേണ്ട. ഇവിടെ വെറുതായിട്ടൊന്നും ഇല്ലടാ. കഴിഞ്ഞ പ്രാവശ്യം വന്ന് മേടിച്ച ആ സാധനം തന്നെ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. ആരും മേടിച്ചിട്ട് പോയില്ലെന്ന് തോന്നുന്നു. കാലെടുത്ത് വെച്ചാൽ മതി ഇങ്ങോട്ട്. അതിന്റെ പക്കം നടക്കുകയും ചെയ്യാം. കാല് വെച്ച് അങ്ങോട്ട് പോയാൽ മതി. എന്റെ ഫോണും എല്ലാവരും പിടിക്കാൻ പറ്റത്തില്ല എനിക്ക്. അമ്മ നടക്ക ഇതിനകത്ത് വേണമെങ്കിൽ മുമ്പിലോട്ട് നടാ. ഇവിടെ വന്നിട്ട് ഒരു ഗുണവും ഇല്ല. ഞാൻ എന്ത് മേടിച്ചാലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. രണ്ടെണ്ണം എടുക്കാനാണ് ബാസ്കറ്റ് കൊണ്ടുവരണമായിരുന്നു. ബാസ്കറ്റിന് എടുക്കുന്ന കാരണം കൈ വെച്ചോണ്ടിരിക്കേണ്ടി വരുമല്ലോ. ഇതെല്ലാം ഇത്ര ഉണ്ടല്ലോ ഇവിടെ.
ഈ മതി ലൂസിൽ ഈ വില പറഞ്ഞ് കിട്ടിയത് നമുക്കിത് വേണം. നമുക്ക് ലൂസിൽ അരി മതിയാണ്. ഇതൊക്കെ എവിടെ ഞാൻ തോളത്ത് വെക്കൊണ്ട് പോകും. അമ്മനെ കാണുന്നവരില്ലല്ലോ. അമ്മ വെറുതെ ട്രോളി എൻ്റെ കയ്യിലോട്ട് വന്നിട്ട് വെറുതെ ഓടി ഓടി കളിക്കുമെന്ന് തോന്നുന്നു. അമ്മ അറിയാതെ പറഞ്ഞു പോയത്. അമ്മ തുണി എടുക്കാൻ വന്നതല്ലേ. ഇതിപ്പോൾ എന്തോ അമ്മ വേറെ ഷോപ്പിംഗ് ചെയ്യുന്നത്. നോക്കട്ടെന്നാ ഇതിന് ഓരോ ഐറ്റം പോലും എനിക്ക് കഴിക്കാൻ പറ്റുന്ന അമ്മയുടെ കയ്യിൽ പൈസ പോയപ്പോ കലിപ്പ്. എന്ത് ചതിവ്? നമുക്ക് തുണി മേടിച്ച് തരാന്നല്ലല്ലോ പറഞ്ഞത്. നമുക്ക് തുണി മേടിക്കാൻ പോവാന്നല്ലേ പറഞ്ഞത്. തുണി മേടിച്ചില്ലല്ലോ. അയ്യോ എന്റെ കയ്യില് പൈസ പോയത്. എന്റെ കാർഡ് കയ്യിലില്ല. അപ്പൊ അത് അമ്മ മേടിച്ചു. കാർഡ് കയ്യിലില്ല. അതിന് എനിക്കൊന്നും ഇതിനകത്തൊന്നും ഒന്നുമില്ല. ഞാൻ ഒന്നും മേടിച്ചില്ല. ഇതെല്ലാം വീട്ടിലുള്ള അമ്മയ്ക്കും ബാക്കിയുള്ള ആൾക്കാർക്കുള്ള സാധനമാണ്. മഴ പെയ്യാൻ തുടങ്ങി. നിൽക്കാനും സ്ഥലമില്ല. ഒരു മരത്തിന്റെ അടിയിൽ നമ്മുടെ കോട്ടണിൽ നമുക്ക് പോവാം. അതായത് കാക്കിനകത്തല്ലേ. കാക്ക നനയൊന്നും കേട്ടോ. ഈ ചെറിയൊരു കൂരക്കകത്തിരിക്കുകയാണ് ഞാനും അമ്മയും. ഫുൾ മഴ കൂടി. ആഹാരം കിട്ടാത്തത്. ആ അത് പോരാ. അമ്മ തന്ന ചിക്കൻ എനിക്ക് പോരാ. വൈകുന്നേരം കഴിച്ചതും പോരാ. എനിക്ക് പോരാ. മഴ കൂടുന്നു. അതും കൂടി കഴിച്ചാൽ എനിക്ക് തോന്നുന്നില്ല എന്നെ വിശപ്പടങ്ങുമെന്ന്. മഴ തീർന്നു. പെട്ടെന്ന് പോവാം. മാമ ഇറങ്ങിറങ്ങി. വീട്ടിൽ ചില മാമേനെ കേൾപ്പിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന വഴി ബൈപ്പാസിലാണ് കയറി. അവിടെ നിൽക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഫുള്ളും നനഞ്ഞോ. മഴ ചാറിയിട്ടല്ലേ ഇറക്കിയത്. നമ്മളെ ഇപ്പൊ അല്ലേ എവിടെ നോക്കിയാലും എനിക്ക് വഴക്ക്. ഈ ചാക്ക് നനഞ്ഞാ അറിയത്തില്ല. നോക്കേണ്ടി വരും അകത്തോട്ട്. കുടഞ്ഞിട്ട് ചിലപ്പോ ആ അരിയൊക്കെ പൊട്ടും. അച്ഛന് വേണ്ടി സ്പ്രേ കൊള്ളാവോ? മണമില്ലേ? ഗീയെ കഴിച്ചിട്ട് കുറെ നാളായി കേട്ടാ. ഇത് മറ്റേ പട്ടാളത്തിനകത്ത് റൊട്ടിയുടെ പൊക്കത്തൊക്കെ തരുന്നത്. എനിക്ക് ഡ്രൈ റൊട്ടിയാണ് ഇഷ്ടം. ഇത് മാറിയിട്ട് ഒരു അയൻ്റെ മറ്റേ ഇരുമ്പിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട് ഫ്ലാറ്റ് ആയിട്ട്. അത് മേടിക്കണം. അത് ഞാൻ നോക്കി ഓൺലൈനിൽ. അത് മേടിക്കണം. അതിന് അടുത്ത പ്രാവശ്യം പൈസ വരട്ടെ. അതിനകത്ത് ബുൾസ് ഉണ്ടാക്കും ഞാൻ. കിടിലൻ ബുൾസ് ആയിരിക്കും. ഇന്ന് ചെക്ക് ചെയ്ത് കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമല്ല ഗീ. ഞാൻ വെറൈറ്റിക്ക് വേണ്ടി ബട്ടറിന് വേറെ ഗീ മേടിക്കാന്ന് പറഞ്ഞാൽ മേടിച്ചത്. ഞാൻ തന്നെ എടുത്ത് ബാസ്ക്കറ്റ് ഇട്ടാ. എനിക്ക് വേണ്ട. ഞാൻ കഴിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.